ഗസയിൽ ബന്ദികളാക്കപ്പെട്ടിരുന്ന 3 ഇസ്രായേലി വനിതകളെ കൈമാറുന്ന വീഡിയോ ദൃശ്യത്തിൽ പലരും ശ്രദ്ധിച്ച ഒന്നായിരുന്നു ആ കറുത്ത കുപ്പായക്കാർ. ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ പതിവ് സൈനിക യൂണിഫോമിൽ നിന്ന് വ്യത്യസ്തമായി മുഖം ഒട്ടും കാണാത്ത രീതിയിലുള്ള ഹുഡഡ് ടീഷർട്ട് ധരിച്ച അവർ ആരാണ്? തടവുകാരെ കൈമാറുന്നതിന് തൊട്ടുമുൻപ് പ്രത്യക്ഷപ്പെട്ട അവർ ഏതാനും മിനിറ്റുകൾക്കകം രംഗം വിടുകയും ചെയ്തു. അൽ ഖസാം ബ്രിഗേഡിന്റെ ഷാഡോ വിഭാഗമായ വിഹ്ദത്ത് അൽ തീൽ അംഗങ്ങളാണ് ഇവരെന്നാണ് ചില പ്രാദേശിക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അഭിപ്രായപ്പെടുന്നത്. ആരുടെയും കണ്ണിൽപ്പെടാതെ അതിവേഗം പ്രത്യക്ഷപ്പെടാനും മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷമാവാനും പരിശീലനം ലഭിച്ച ഇവരാണ് ഇസ്രായേലി ബന്ദികളെ അത്ഭുതകരമായ രീതിയിൽ ഇത്രയും കാലം ഒളിപ്പിച്ചതത്രേ. കഴിഞ്ഞ ഞായറാഴ്ച ബന്ദികളെ കൈമാറുന്ന വേളയിൽ ഇസ്രായേൽ ചാരക്കണ്ണുകളും ലോകത്തെ സകല മാധ്യമങ്ങളും ആകാംക്ഷയോടെ കാത്തുനിന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഏത് മാളത്തിൽ നിന്നായിരിക്കും 3 ബന്ദികൾ പൊങ്ങി വരിക എന്നതായിരുന്നു അത്. എന്നാൽ ആർക്കും പിടികൊടുക്കാതെ കൃത്യസമയത്ത് അവർ നഗരമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ റെഡ് ക്രോസിന് കൈമാറി. ഇതിന് പൂർണ്ണമായും ചുക്കാൻ പിടിച്ചത് ഖസാം ബ്രിഗേഡിന്റെ ഈ നിഴൽ സേനയായിരുന്നു. മൊസാദിന്റെ ചാരക്കണ്ണുകളിൽ നിന്നും ഇസ്രായേലിന്റെ അത്യാധുനിക സൈനിക ഉപകരണങ്ങളിൽ നിന്നും ഈ ബന്ദികളെ ഇത്രയും കാലം ഒളിപ്പിച്ചു പിടിച്ചതും ഈ നിഴൽ സേനയാണ്. ഗസയുടെ ഭൂമിക്കടിയിലുള്ള അതീവ സങ്കീർണമായ തുരങ്കങ്ങളിലെവിടെയുമാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്നാണ് കരുതുന്നത്. ഗസ കൊടും പട്ടിണിയിൽ കഴിയുമ്പോഴും ബന്ദികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. അതീവ ദുഷ്കരമായ സാഹചര്യത്തിലും തങ്ങളുടെ ദൗത്യം കടുകിട വീഴ്ച വരാതെ നിർവഹിക്കുന്ന വിഹ്ദത്ത് അൽ തീൽ ലോകത്തെ അറിയപ്പെടുന്ന ചാരസംഘടനകൾക്ക് മുഴുവൻ കൗതുകമായി മാറുകയാണ്.